പക്ഷെ എന്നാലും കേൾക്കണം. എനിക്ക് അങ്ങനെയാട്ടോ. അതെ കറക്റ്റ്. അവരെന്താ പറയാന്ന് കേൾക്കാൻ ഭയങ്കര ആകാംക്ഷയായിരിക്കും. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലോ എന്ത് സജഷൻ ആണെങ്കിലും പറയാലോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കേക്ക് വാങ്ങുന്ന ഒരാളാണ്, ഈ കൂട്ടത്തിലുള്ള ഒരാളാണ്. അതെ, എൻ്റെ ഒരു സാറാണ്, പ്രവീൺ സാറ്. എൻ്റെ അടുത്ത് ഹണി കേക്ക് പറഞ്ഞപ്പോൾ ഹണി ഒരു ബോട്ടിൽ ഹണി മുഴുവൻ വെച്ചിട്ട് ഞാൻ ചെയ്ത്, പക്ഷേ സാർക്ക് അത് ഹണി ടേസ്റ്റ് ഫീൽ ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ അതോടുകൂടി വേറൊരു കസ്റ്റമറൊക്കെ ആണെങ്കിൽ നമ്മൾ ഇട്ടേച്ച് പോകും, പക്ഷെ അവർ പോയില്ല. കാരണം ആ ഹണി ഫ്ലേവർ ഫീൽ ചെയ്തില്ല. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. കേക്കിൻ്റെ ഇത് മാറിപ്പോയിട്ടാണോ, അല്ല കേക്കല്ല ഹണി ബ്രാൻഡ് മാറിയിട്ടാണോ എന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പൊ അത് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. പക്ഷെ സാറത് സത്യസന്ധമായിട്ട് നമ്മുടെ അടുത്ത് പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മളെ അറിയാം, നമ്മുടെ അടുത്ത് കേക്ക് വാങ്ങുന്നുണ്ടല്ലോ. അതാണ് നമ്മളെ ഫസ്റ്റ് കേക്ക് എന്ന് വെച്ചാൽ പിന്നെ അവർ നമ്മുടെ അടുത്ത് വരില്ല. അതാണ് എൻ്റെ അടുത്ത് പറ്റിയൊരു അബദ്ധം. പിന്നെ ഒരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ ടെൻഡർ കോക്കനട്ടിന്റെ കേക്ക് ആട്ടോ. അത് പക്ഷെ അവർ കുറച്ച് ഗ്യാപ്പ് ഇട്ടാലും പിന്നെ തിരിച്ചു തന്നിട്ടുണ്ട്. അതുവരെ കൊടുത്ത കേക്കൊക്കെ അടിപൊളിയായിരുന്നു. ടെൻഡർ കോക്കനട്ട് എന്നെ ചതിച്ചതാ, ഞാനല്ല പ്രശ്നകാരി. എന്താന്ന് വെച്ചാൽ ടെൻഡർ കോക്കനട്ടിന് നല്ല ടെൻഡർ കോക്കനട്ട് കിട്ടിയാൽ മാത്രമല്ലേ അതിന്റെ ടേസ്റ്റ് കറക്റ്റ് വരുള്ളൂ. ഞങ്ങളന്ന് ഒരുപാട് ഇളനീര് വാങ്ങിച്ച്, പക്ഷേ അതെല്ലാം നല്ല തേങ്ങ പോലുള്ളതായിരുന്നു. അതിന്റെ വെള്ളത്തിനാണെങ്കിൽ ഒരു മധുരവും ഇല്ല, ഒരു ചവർപ്പ് ടേസ്റ്റ്. അങ്ങനെ ഇതെല്ലാം പൊളിച്ചു നോക്കി എന്നുവെച്ചാൽ ഒരു ഇളനീരിന് 40 രൂപയാണ്. നമ്മൾ അത്രയും നഷ്ടമാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ എന്ന് വിചാരിച്ച് കോംപ്രമൈസ് ചെയ്ത് അവർക്ക് ആ കേക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇളനീര് പറിച്ചിട്ട് ചെയ്ത്, പക്ഷെ എന്നിട്ടും നല്ല ഇളനീര് കിട്ടിയില്ല. ആ ഒരു സീസണിൽ എന്തോ കിട്ടിയില്ല. അത് അവരോട് ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു കേട്ടോ. അതുകൊണ്ട് റേറ്റ് ഒക്കെ കുറച്ചാണ് ഞാൻ കൊടുത്തത്. നമ്മൾ സാധാരണ വാങ്ങുന്ന ടെൻഡർ കോക്കനട്ടിന്റെ റേറ്റ് ഒന്നും ഞാൻ വാങ്ങിച്ചില്ല. റേറ്റ് ഒക്കെ നല്ലോണം പോലെ കുറച്ച് കൊടുത്ത്. അത് എനിക്കറിയാം വൈറ്റ് ഫോറസ്റ്റിന്റെ ഒരു ടേസ്റ്റിലേക്ക് വരുന്നുള്ളൂ. അത് ആ ടെൻഡർ കോക്കനട്ടിനെ വന്നില്ല. അതിൽ നല്ല കോക്കനട്ട് കേക്ക് കൊടുക്കുന്നതായിരുന്നു. പിന്നെന്താ, ഇപ്പൊ കുറെ സമയമായില്ലേ, ഞാൻ പോട്ടെ, ടാറ്റാ, പോട്ടെ. നമുക്ക് പിന്നെ ഒരിക്കൽ കാണാം. എന്തായാലും ഓൺലൈൻ ക്ലാസ് അല്ല, ബേക്കിംഗ് ക്ലാസ് പെട്ടെന്ന് ചെയ്യാട്ടോ. ഇത് ഞാനൊന്ന് ട്രയൽ നോക്കിയത്, എൻ്റെ മോൾ ഇതുപോലെ ഉറങ്ങി തരുമോ എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനും എന്തെങ്കിലും റെസിപ്പി ചെയ്യാനൊക്കെ പറ്റുമല്ലോ എനിക്ക്. അല്ലെങ്കിൽ നടക്കൂല. അവളിങ്ങനെ വാശി പിടിച്ച് കളിക്കുന്നതുകൊണ്ട് എൻ്റെ ഏട്ടൻ ഒരാഴ്ചയായിട്ട് ഷോപ്പിൽ പോയിട്ടില്ല ഗൈസ്. ഓക്കേടാ, ബായ്. എല്ലാവരോടും പോട്ടെ. ഓക്കെ, ടാറ്റാ അമ്മ. കണ്ണൻ ഇപ്പോൾ വരും. അപ്പോൾ കണ്ണൻ എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കണ്ടേ. ടാറ്റാ ദേവൻസ്, അഭിഷ, ഷീബ, അനുപമ. നമ്മൾ സ്ഥിരം വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരൊന്നും ഇവരെ കണ്ടില്ല. അവരോടൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സാധ്യ. നമ്മളെ ഓർഡർ ആണ് കേട്ടോ വരുന്നത്. ഇവരുടെ അടുത്ത് ഞാൻ മെനു ഇപ്പം അയച്ചുതരാന്ന് പറഞ്ഞതാ, അയച്ചു കൊടുത്തില്ല അവർക്ക്. ഇത് കഴിഞ്ഞിട്ട് അയച്ചു കൊടുക്കാം. ഗ്രേസ് ഡാനിയൽ, അത് ചേച്ചി ആയിരിക്കും അല്ലേ. ഓക്കെ ഗ്രേസ് ചേച്ചി. ജഷ്മ, ഓക്കെ ഉമ്മ. നിങ്ങളെല്ലാവരും പോയിട്ട് ഞാൻ പോകാനിരുന്ന നല്ല കോമഡി ആയിരിക്കും. ഹായ് ചിഞ്ചു, ബായ്. ചിലപ്പം ചിഞ്ചുവിൻ്റെ അടുത്ത് ഞാൻ പേര് പിന്നെയും ചോദിക്കുമായിരിക്കും കേട്ടോ. KNK എന്നല്ലേ ഇതിൽ കാണുന്നത്, അതുകൊണ്ട് അപ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ, എന്നാ ക്ലാസ് ചെയ്യട്ടെ. നാളത്തേക്ക് എന്തെങ്കിലും റെസിപ്പി ചെയ്യണം എന്നൊക്കെ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്. എൻ്റെ മോൾ എണീച്ചിട്ട് അവളെ മൂഡ് എന്താന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ ഡിയേഴ്സ്, ബായ്. ഇതിലിപ്പോൾ നിൽക്കുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഞാൻ ലൈവ് വലിച്ചപ്പോൾ നിങ്ങളെല്ലാവരും വന്നില്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടു. ഓക്കെ, എന്നാ ഇതെങ്ങനെയാണാവോ കട്ട് ചെയ്യുക, അതെനിക്കറിയില്ലല്ലോ. നല്ല ആളാണ് ഞാൻ. ലൈവ് നിന്ന് എങ്ങനെയാണ് ഞാൻ എക്സിറ്റ് അടിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ എന്നെ തള്ളി പുറത്താക്കേണ്ടി വരും. ഭഗവാനെ, ഇതിൻ്റെ അകത്ത് ക്ലോസും കട്ടൊന്നും കാണുന്നില്ലല്ലോ. ഇതെവിടെയാണ് പിടിച്ച് ഞെക്കേണ്ടത്? എന്തൊരു ഞാനാണ്. നോക്കട്ടെ കേട്ടോ, എന്തെങ്കിലുമൊക്കെ ടച്ച് ചെയ്ത് നോക്കട്ടെ. ചാറ്റ് ഫിൽറ്ററോ? അല്ലല്ല. ഈശ്വര ഭഗവാനെ, എന്നെ രക്ഷിക്കണേ. അയ്യോ, അവിടെ ഒരു പ്ലസ് അല്ലേ അത്. ഞാനിതൊന്ന് കട്ട് ചെയ്തോട്ടെ. ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരോ, ഇതെവിടെയാ കട്ട് ചെയ്യണ്ടേ? കട്ട് ചെയ്യാൻ അറിയില്ലടോ. ഇതിൽ ഞാനിപ്പോൾ എന്തെല്ലാം ചിഹ്നം കാണുന്നുണ്ടെന്നറിയോ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് എന്നെ തള്ളി പുറത്താക്കുവോ? നല്ല പണി കിട്ടിയല്ലോ, ഈശ്വര ഭഗവാനെ.